ബി.ജെ.പിയിലെ മുതിർന്ന നേതാവും ആലപ്പുഴയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായിരുന്ന ശോഭാ സുരേന്ദ്രനെ ദേശീയ നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് ആഴ്ചകൾക്ക് മുമ്പായിരുന്നു. സംഘടനാതലത്തിൽ ശോഭാ സുരേന്ദ്രന് ഉയർന്ന പദവി നൽകാൻ കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഡൽഹിക്ക് വിളിപ്പിച്ചത്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രന്റെ കാലാവധി പൂർത്തിയാകാറായ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രന് സംസ്ഥാന അധ്യക്ഷ പദവി നൽകിയേക്കുമെന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു. കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനമാണ് ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചത്. മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വിഹിതം കുത്തനെ ഉയർത്തുന്ന ശോഭാ മാജിക് ഇക്കുറി ആലപ്പുഴയിലും ആവർത്തിച്ചിരുന്നു. കഴിഞ്ഞ തവണ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നേടിയ 17.24% വോട്ട് വിഹിതത്തെ ഇത്തവണ 28.3%ത്തിലേക്കാണ് ശോഭ ഉയർത്തിയത്. 2,99,648 വോട്ടുകളാണ് ആലപ്പുഴയിൽ ശോഭ നേടിയത്. 50,000-ൽ താഴെ മാത്രം വോട്ടുകൾ നേടിയിരുന്ന പതിവിൽ നിന്ന് ഡോക്ടർ കെ. രാധാകൃഷ്ണനാണ് ബി.ജെ.പി വോട്ടുകളുടെ എണ്ണം 1,00,000-ന് മുകളിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയത്. അതിലും വലിയ മുന്നേറ്റമാണ് ശോഭ ഇക്കുറി നേടിയിരിക്കുന്നത്. എസ്.എൻ.ഡി.പി വോട്ടുകളും സ്ത്രീ വോട്ടുകളും സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത്. യു.ഡി.എഫിന്റെ വിജയത്തോളം തന്നെ അഭിമാനകരമാണ് എൻ.ഡി.എക്ക് ആലപ്പുഴ മണ്ഡലത്തിലുണ്ടായ മുന്നേറ്റവും. കോൺഗ്രസിന്റെ കെ. സി. വേണുഗോപാൽ 4,04,560 വോട്ടുകൾ നേടിയാണ് വിജയിച്ചത്. രണ്ടാം സ്ഥാനത്തെത്തിയ സി.പി.എമ്മിന്റെ എ.എം. ആരിഫ് 3,41,047 വോട്ട് നേടുകയുണ്ടായി. എന്നാൽ ഇപ്പോഴത്തെ ഡൽഹിയിൽ നിന്ന് മറ്റൊരു ശുഭവാർത്ത കൂടി വരികയാണ്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തുമെന്നാണ് സൂചന. സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും ശോഭാ സുരേന്ദ്രന് നറുക്ക് വീഴുമെന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വി. മുരളീധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്ക് മറ്റു സംസ്ഥാനങ്ങളിലെ ചുമതല നൽകിയിട്ടുണ്ട്. കെ. സുരേന്ദ്രനെ ദേശീയ നേതൃത്വത്തിലെത്തിക്കാനും ആലോചിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ജനസ്വാധീനമുള്ള ഒരു വനിതാ നേതാവ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് ബി.ജെ.പിക്ക് ഏറെ ഗുണം ചെയ്യുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. തിരഞ്ഞെടുപ്പുകളിൽ തോൽക്കുമെങ്കിലും മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ബി.ജെ.പിയുടെ വോട്ട് ഷെയർ കൂട്ടുകയും വനിതകൾക്കും കുട്ടികൾക്കുമൊക്കെ ശോഭ ഏറെ സ്വീകാര്യമായതും കേന്ദ്ര നേതൃത്വത്തിന് ഏറെ മതിപ്പുളവാക്കിയിട്ടുണ്ട്. മാത്രമല്ല ആർ.എസ്.എസ് നേതൃത്വത്തിനും സ്വീകാര്യമാണ് ശോഭാ സുരേന്ദ്രൻ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ അധ്യക്ഷ ഉണ്ടാകുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിക്ക് ഏറെ ഗുണം ചെയ്യുമെന്നും കണക്കുകൂട്ടുന്നുണ്ട്. അതുമാത്രമല്ല ആലപ്പുഴയുടെ പല ഇടതു കോട്ടകളെയും ശോഭയ്ക്ക് നിസ്സാരമായി തകർത്തെറിയാൻ കഴിഞ്ഞത് അത്ഭുതത്തോടെയാണ് കേന്ദ്ര നേതൃത്വം കണ്ടത്. ഇതോടെ കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് ബി.ജെ.പി തന്നെ തിരുത്തിക്കുറിക്കുകയും ചെയ്തു. സി.പി.എമ്മിന് മേൽക്കൈയുള്ള 2 നിയമസഭാ മണ്ഡലങ്ങളിൽ വെറും 200 വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ആരിഫുമായി ശോഭയ്ക്കുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ ആരിഫിന് വിജയം നേടിക്കൊടുത്തതിൽ പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങൾ ചേർത്തലയും കായംകുളവുമായിരുന്നു. എന്നാൽ ഈ 2 കോട്ടകളും ശോഭ തകർത്തെറിയുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കണ്ടത്. ഹരിപ്പാടും കായംകുളത്തും ശോഭ 2ാം സ്ഥാനത്തും എത്തുകയുണ്ടായി. കരുനാഗപ്പള്ളിയിലും അമ്പലപ്പുഴയിലും വെറും 200 വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ഇടതുമായി ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നത്. കോൺഗ്രസിന്റെ സ്വാധീന മേഖലയായി പറഞ്ഞു പോന്നിരുന്ന ഹരിപ്പാട്ടെ കരുവാറ്റ, കുമാരപുരം, ചെറുതല പഞ്ചായത്തുകളിലും ശോഭ വലിയ തോതിൽ ലീഡ് ചെയ്തിരുന്നു. ഇതെല്ലാം കണക്ക് കൂട്ടിവെച്ച് നോക്കുമ്പോൾ ശോഭയ്ക്ക് തന്നെ വീണ്ടും നറുക്ക് വീഴാനാണ് സാധ്യതയെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്.